നമസ്കാരം. എസ്റ്റേറ്റ് ഇൻസൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യൂർലി ഫോർ പ്രൊമോട്ടേഴ്സിന് വേണ്ടിയാണ്. ദ സബ്ജക്ട് ഈസ് ഡിഫെക്ട് ലയബിലിറ്റി അണ്ടർ റെറ. എല്ലാ പ്രൊമോട്ടേഴ്സും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണിത്, ഡിഫെക്ട് ലയബിലിറ്റി. സോ ആസ് പെർ സെക്ഷൻ 14 ഓഫ് 3, സ്ട്രക്ചറൽ ഡിഫെക്ട്സ് അല്ലെങ്കിൽ എനി അതർ ഡിഫെക്ട്സ് പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം within 5 years, any complaint given by the allotee should be addressed by the promoter. അതാണ് ഡിഫെക്ട് ലയബിലിറ്റി സെക്ഷൻ സംസാരിക്കുന്നത്. ചോദിക്കുക എന്തൊക്കെയാണ് ഇതിനകത്ത് കവേർഡ് എന്ന്. തീർച്ചയായിട്ടും അപ്പോൾ ഈ സ്ട്രക്ചറൽ ഡിഫെക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മെറ്റീരിയൽസിൻ്റെ കോംപ്രമൈസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കോംപ്രമൈസ് ചെയ്തത് മൂലം ഉണ്ടാകുന്ന സേഫ്റ്റി ഇഷ്യൂസ്, സ്റ്റെബിലിറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡിസൈനിൻ്റെ പോരായ്മകൾ, അതുപോലെ തന്നെ വർക്ക്മാൻഷിപ്പ് ഇഷ്യൂസ്, അതായത് പുവർ സ്കില്ല് കാരണം ഉണ്ടാകുന്ന ഡാമേജസ് അല്ലെങ്കിൽ ഡിസൈനിൻ്റെ പോരായ്മകൾ, ക്വാളിറ്റി ഇഷ്യൂസ്, അതുപോലെ തന്നെ നമ്മൾ ഒരു സെയിൽ അഗ്രിമെൻ്റ് ഉണ്ട്. സെയിൽ അഗ്രിമെൻറ്റിനകത്ത് നമ്മൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് കൊടുക്കും. ആ സ്പെസിഫിക്കേഷനകത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ്, സോ ഇതൊക്കെ അഡ്രസ്ഡ് ആവും. ഇതെല്ലാം റെറ 14 ഓഫ് 3 പ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് ഡിഫെക്ട് ലയബിലിറ്റിയിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫെക്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അലോട്ടീസ് നിങ്ങളെ അവർ ഇൻറ്റിമേറ്റ് ചെയ്യും. നിങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days നിങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കണം, ആ ഇഷ്യൂ റിസോൾവ് ചെയ്ത് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ യു ആർ ലയബിൾ ടു പേ ദ കോമ്പൻസേഷൻ. So you have to be very careful, promoters. Defect liability is a major part. 5 വർഷം വരെ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഇനി ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത് എപ്പോൾ തൊട്ട് പ്രാബല്യത്തിൽ വരും എന്നുള്ളത്. അതെ, എപ്പോഴാണോ ലീഗലി പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത്, എപ്പോഴാണോ ലീഗലി സിവിൽ ലീഡ് രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ തൊട്ട് ഈ ഡിഫെക്ട് ലയബിലിറ്റി ആപ്ലിക്കബിൾ ആയി സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, കോമൺ ഏരിയാസ് ഡിഫെക്ട് ലയബിലിറ്റി അണ്ടറിൽ കവേർഡ് ആകുമെന്നുള്ളത്. തീർച്ചയായിട്ടും കോമൺ ഏരിയാസ് കവേർഡ് ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മൊമെന്റ്, അതായത് സെക്ഷൻ 17 പ്രകാരം കോമൺ ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് അലോട്ടീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. അലോട്ടീസ് അസോസിയേഷന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. വൺസ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഏരിയാസിൻ്റെ ഡിഫെക്ട് ലയബിലിറ്റി പീരീഡ് സ്റ്റാർട്ട് ആവുകയാണ്. അതായത് അസോസിയേഷൻ അസോസിയേഷൻ ഹാൻഡ് ഓവർ ചെയ്തത് തൊട്ടാണ് കോമൺ ഏരിയാസിൻ്റെ ഡിഫെക്ട് ലയബിലിറ്റീസ് സ്റ്റാർട്ട് ആകുക. ദിസ് ഇസ് ആസ് പെർ സെക്ഷൻ 17. സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴായിരിക്കും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുക? അപ്പോൾ കോമൺ ഏരിയസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അസോസിയേഷൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സെക്ഷൻ 11 പ്രകാരം മെജോറിറ്റി അലോട്ട്മെന്റ്സ് കഴിഞ്ഞു, അവർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിതിൻ 3 months നിങ്ങളിത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5 year ഡിഫെക്ട് ലയബിലിറ്റി പീരീഡ് ഈ കോമൺ ഏരിയക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അസോസിയേഷൻ ഇത് കംപ്ലീറ്റ് ടേക്ക് ഓവർ ചെയ്ത് പൊസഷൻ എടുത്തതിന് ശേഷമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് പല പ്രൊമോട്ടേഴ്സും ഈ അസോസിയേഷൻ ഹാൻഡ് ഓവർ അങ്ങനെയുള്ള സംഭവത്തിനകത്തേക്ക് എപ്പോഴും പല പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പല ക്ലയൻസും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എപ്പോഴും അഡ്വൈസ് കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുക. അസോസിയേഷനകത്തിൽ ഇത് ചെയ്ത് ഈ കോമൺ ഏരിയാസ് അവർക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കൊടുക്കാതെ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെന്ന് ഹാൻഡ് ഓവർ നടക്കുന്നുണ്ടോ, അവർ പൊസഷൻ എടുക്കുന്നുണ്ടോ, അന്ന് തൊട്ടേ ഈ ഡിഫെക്ട് ലയബിലിറ്റി സ്റ്റാർട്ട് ആവത്തുള്ളൂ. സോ ഡിഫെക്ട് ലയബിലിറ്റിയെ കുറിച്ച് വളരെ ബ്രീഫായിട്ടുള്ള കുറേ ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മാറ്റേഴ്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഡൗട്ട്സ് ഉണ്ടാവാം നിങ്ങൾക്ക്. തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഡൗട്ട്സുകളെല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ എപ്പോഴും എല്ലാത്തിനും ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇനി മറ്റൊരു റെറ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഞാൻ കൃഷ്ണപ്രസാദ്, പ്രിൻസിപ്പൽ കൺസൾട്ടൻറ്റ്, റെറ കൺസൾട്ടൻറ്റ്സ് LLP. താങ്ക് യു.